ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മുട്ടയുടെ നനവിൽ തന്നെ നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കുക. കുറച്ച് നനവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് 1 ടീസ്പൂണും കൂടി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമുക്കിതിലേക്കൊരു നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ മാവ് നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഓരോ ഫിംഗേഴ്സാക്കി എടുക്കണം. നമുക്കിതിങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മാവ് മൊത്തം ഇതുപോലെ ഉള്ള ഫിംഗേഴ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇവ ഓരോന്നും നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇവ പൊരിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ പൊന്തി വന്ന് ഏകദേശം ഒരു ഗോൾഡൻ കളർ നിറമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതാക്കാം. ഓരോന്നും ഇതുപോലെ ഇങ്ങനെ കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. വളരെയധികം ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക. ഇന്നറ വേൾഡ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.